നമസ്കാരം. നാം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നാം. ഒരിക്കൽ ഒരു രാജ്യത്ത് കലയെ വളരെയധികം സ്നേഹിച്ച ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ രാജ്യത്തിലെ പ്രശസ്തരായ 2 ശില്പികളെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഒരേ വലിപ്പമുള്ള 2 കല്ലുകൾ നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ 2 കല്ലുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശില്പങ്ങൾ ഉണ്ടാക്കുക. 6 മാസത്തെ സമയം നിങ്ങൾക്ക് ഞാൻ തരും. അതിനുശേഷം ഞാൻ വന്ന് ഏറ്റവും മനോഹരമായ ശില്പത്തിന് ഒരു സമ്മാനം നൽകും. ഇത് പറഞ്ഞിട്ട് രാജാവ് അവരെ സന്തോഷത്തോടെ പറഞ്ഞയച്ചു. 1ാമത്തെ ശില്പി ആ കല്ല് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ കല്ലിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ മനസ്സ് നിറയെ നെഗറ്റീവ് ചിന്തകളായിരുന്നു. ഓ, എന്തൊരു കുഴപ്പം പിടിച്ച കല്ലാണിത്! രാജാവിന് വേറെ പണിയൊന്നുമില്ലേ? ഈ കല്ലിൽ ഉളി വയ്ക്കുമ്പോൾ എൻ്റെ കൈ വേദനിക്കുന്നു. അത്രയ്ക്ക് കടുപ്പമുണ്ടതിന്. അവൻ ആ കല്ലിനെ ഒരു ബാധ്യതയായിട്ടാണ് കണ്ടത്. എങ്കിലും രാജാവിനെ പേടിച്ച് അവൻ ആ കല്ലിൽ പണി തുടങ്ങി. വളരെ ദേഷ്യത്തോടെയാണ് അവൻ ഓരോ ദിവസവും ചെലവഴിച്ചത്. എന്നാൽ 2ാമത്തെ ശില്പിയുടെ ചിന്ത വളരെ വ്യത്യസ്തമായിരുന്നു. അവൻ ആ കല്ലിലേക്ക് നോക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് തോന്നിയത്. ആഹാ, എത്ര മനോഹരമായ കല്ല്! ഇതിൽ നിന്നും വളരെ മനോഹരമായ ഒരു ശില്പം എനിക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. എന്നിട്ട് വളരെ സന്തോഷത്തോടെ, വളരെ സമാധാനത്തോടെ, ആനന്ദത്തോടെ ആ കല്ലിൽ നിന്നും മനോഹരമായ ശില്പം കൊത്തിയെടുക്കാൻ അവൻ തീരുമാനിച്ചു. ഓരോ ദിവസവും വളരെ സന്തോഷത്തോടെയാണ്, വളരെ ആസ്വദിച്ചാണ് അവൻ തൻ്റെ ജോലി ചെയ്തത്. 6 മാസങ്ങൾക്ക് ശേഷം രാജാവ് 2 ശില്പങ്ങളും കാണാനെത്തി. ആദ്യത്തെ ശില്പിയുടെ വീട്ടിൽ വന്നപ്പോൾ ആ ശില്പം കണ്ട ഉടനെ രാജാവിന് വളരെ വിഷമമായി. കാരണം ആ ശില്പം ഒട്ടും ഭംഗിയില്ലാതെ വളരെയധികം ദേഷ്യം തോന്നുന്ന രൂപത്തിലുള്ള ഒരു ശില്പമായിരുന്നു അവിടെ രാജാവിന് കാണാൻ സാധിച്ചത്. കാരണം ആ ശില്പിയുടെ മനസ്സിലുള്ള ദേഷ്യവും നെഗറ്റീവ് ചിന്തകളും ആ ശില്പത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ 2ാമത്തെ ശില്പിയുടെ അടുത്തെത്തിയ രാജാവ് അത്ഭുതപ്പെട്ടുപോയി. കാരണം അവിടെ ജീവസുറ്റ, കാണുന്നവരുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന നല്ലൊരു ശില്പമാണ് അവൻ നിർമ്മിച്ചിരുന്നത്. കാരണം ആ ശില്പം നിർമ്മിക്കുമ്പോൾ അവന്റെ മനസ്സിലെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ചിന്തകൾ ആ ശില്പത്തിലും പ്രതിഫലിച്ചിരുന്നു. രാജാവ് 2ാമത്തെ ശില്പിക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകി അവനെ സന്തോഷത്തോടെ പറഞ്ഞയച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ജീവിതം നമുക്ക് തരുന്ന സാഹചര്യങ്ങൾ ഇതുപോലെ രൂപമില്ലാത്ത കല്ലുപോലെയാണ്. ഇവയെ നാം എങ്ങനെ നേരിടുന്നു എന്നത് നമ്മുടെ ചിന്താഗതിയെ ആശ്രയിച്ചിരിക്കുന്നു. നാം നെഗറ്റീവായി ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം ദുഃഖവും നിരാശയും നിറഞ്ഞതായി മാറും. പരാജയം മാത്രമേ നമുക്കുണ്ടാകൂ. എന്നാൽ പോസിറ്റീവായി ചിന്തിച്ചാലോ, പ്രതിസന്ധികൾ കണ്ടാൽ പോലും തളരാത്ത മനോഹരമായ ആ ശില്പം പോലെ നമ്മുടെ ജീവിതവും മനോഹരമായി മാറും. അതെ, നാം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നാം. നമുക്ക് തന്നെ നമ്മുടെ സന്തോഷം കണ്ടെത്താനാകും. നമ്മിൽ സന്തോഷമുണ്ടെങ്കിലേ അത് മറ്റുള്ളവരിലേക്ക് നമുക്ക് പകർന്നു നൽകാനാവും. നന്ദി, നമസ്കാരം.